ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക ഉപ്പിലിടാം. നമ്മുടെ ഇവിടെ ഒത്തിരി ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ച് ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇത്രയും ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ചാമ്പയ്ക്കയാണ് കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഉറുമ്പുകളും പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കി വീണ്ടും കഴുകി അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ പൊടിയും അതുപോലെ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുക്കേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഉപ്പിലിട്ട് വെക്കരുത് കേട്ടോ. ചാമ്പയ്ക്കയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിലിടാം. അതിനായിട്ട് ഞാനൊരു ചില്ലിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ ചാമ്പയ്ക്കകൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് പൊടിയുപ്പ് ചേർക്കണതിലും കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലത്. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കാന്താരി മുളകാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. അതൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ 2 മാസം സ്കൂളൊക്കെ അടച്ചു, വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഐറ്റംസ് ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ തീരണ വഴി അറിയില്ല കേട്ടോ. ഇനി ഞാനിവിടെ മാങ്ങയും അതുപോലെ കാരക്കയും ഒക്കെ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ 2-3 ദിവസം ആകുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പും അതുപോലെ എരിവൊക്കെ നല്ല പോലെ പിടിക്കും കേട്ടോ. അങ്ങനെ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.